So welcome to a new video. So in this video we are going to discuss the remaining portion of defects, okay, or imperfections. So here we are going to discuss the volume defect. So volume defect is also known as three-dimensional defect. So the volume incursion, the volume defect include like volume incursions etc., which are present within the crystal are called volume or bulk defect. So bulk defect occur on a much bigger scale than the rest of the crystal defect, but they do not affect the movement of dislocations. So voids are the regions there are large number of atoms missing from the lattice. So voids എന്ന് പറഞ്ഞാൽ എന്താണോ അത് റീജിയൻസ് ആണ്. അവിടുന്ന് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റിസ്. സോ വോയിഡ്സ് ക്യാൻ ബി ഒക്കർ ഫോർ എ നമ്പർ ഓഫ് റീസൺ. സോ വോയിഡ് ഈസ് എ വോളിയം ഡിഫക്റ്റ്. സോ വോയിഡ് ഈസ് എ വോളിയം ഡിഫക്റ്റ്. Okay, so the voids can occur due to the air bubbles becoming trapped when the material solidifies. It's commonly called porosity. വോയിഡ്സ് നമുക്ക് പല രീതിയിൽ ഒക്കേർ ചെയ്യാം. ഒന്നാണ് എയർ ബബിൾസ് ട്രാപ്പ് ആവുന്നത്. അതായത് മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ട്രാപ്പ് ചെയ്യുമ്പോൾ അത് സോൾഡിഫിക്കേഷന് ശേഷം അതിൽ എന്തായിട്ട് മാറുന്നു? പോറോസിറ്റി ആയിട്ട് മാറുന്നു. when a void occurred to the shrinkage of the material as it solidifies, it's called cavitation. അതായത് മോൾട്ടൺ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു വോയിഡ് ഒക്വയർ ചെയ്യുന്ന വോയിഡ് ഉണ്ടാകുന്നു ഡ്യൂ ടു ദ ഷ്രിങ്കേജ് ഓഫ് മെറ്റീരിയലിൻ്റെ ഷ്രിങ്കേജ് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പറയുന്നവരാണ് ക്യാവിറ്റേഷൻ. പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ് ലൈക്ക് സ്ലാഗ് ആൾസോ കോസ് ഇൻകർഷൻസ്. സോ അതെല്ലാം എന്താണ്? വോളിയം defects ആണ്. So when impurity atom cluster together to form small regions of different phases, these regions are often precipitate. So impurities ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു ഒരു പ്രസിപ്പിറ്റേറ്റ് രൂപത്തിലായി മാറുമ്പോൾ അതും എന്തായിട്ട് മാറാം? അതൊരു വോളിയം ഡിഫക്റ്റായിട്ട് മാറാം. ഓക്കെ, സോ ഇതാണ് വോളിയം ഡിഫക്റ്റിനെ പറ്റി നമുക്ക് അത്ര ഡെപ്തിൽ പഠിക്കാൻ. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സം ആസ്പെക്ട്സ് ഓഫ് ഡിസ്ലൊക്കേഷൻ തിയറി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയാൻ പോകുന്ന കാര്യം. ദ നേച്ചർ, നമ്പർ ആൻഡ് ദ ബിഹേവിയർ ഓഫ് ഡിസ്ലൊക്കേഷൻ ഇൻഫ്ലുവൻസ് മെനി പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. അതായത് ഈ ഡിസ്ലൊക്കേഷൻ്റെ നേച്ചർ, അതിൻ്റെ നമ്പർ, അതിൻ്റെ ഓറിയൻറ്റേഷൻ, ബിഹേവിയർ, ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, അതിൻ്റെ ബ്രിട്ടിൽനെസ്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത്? ഈ ഡിസ്ലൊക്കേഷൻ്റെ നേച്ചർ, നമ്പർ ആൻഡ് ബിഹേവിയർ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. So source of dislocation, a very large number of dislocations are necessary in a crystal to facilitate plastic deformation. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ്റെ നമ്പർ ഷുഡ് ബി വെരി ലാർജ്. അവിടെ ആവശ്യത്തിലധികം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഡിസ്ലൊക്കേഷൻ നമ്പർ ഷുഡ് ബി സഫിഷ്യൻറ്റ് ഇനഫ് ടു കോസ് എ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ദീസ് ഡിസ്ലൊക്കേഷൻസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. ഈ ഡിസ്ലൊക്കേഷൻസ് ഒക്കെ എവിടെ നിന്ന് വരുന്നു? പല സോഴ്സസിൽ നിന്ന് വരുന്നുണ്ട്. വൺ ഓഫ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഫ്രം ദോസ് വിച്ച് appear as natural consequence of crystal growth. അതായത് ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മൾ മോൾട്ടൺ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത്, അത് നാച്ചുറലായിട്ട് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വന്ന് ആറ്റംസ് വന്നിരിക്കണമെന്നില്ല. അവിടെ ചില ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സമയത്ത്, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവാം? Even in perfect crystal, there is an equilibrium concentration of imperfections including the dislocations. അപ്പം ഈവൻ എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് ഡിസ്ലൊക്കേഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ എന്തായാലും ഉണ്ടാകും. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിക് സപ്ലൈ. ഇറ്റ്സ് ഓൺലി എ മൈനർ സപ്ലൈ ഓഫ് ഡിസ്ലൊക്കേഷൻ ആക്ച്വലി നീഡഡ് ഫോർ ദി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ആക്ച്വലി അങ്ങനെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്ക് അത്ര ഒരു ഡിസ്ലൊക്കേഷൻ അവൈലബിൾ ആണെങ്കിൽ പോലും ആ ഡിസ്ലൊക്കേഷൻ മാത്രം പോരാ. എന്തിന്? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒക്കേർ ചെയ്യാൻ വേണ്ടി ആ ഒരു ഡിസ്ലൊക്കേഷൻ പോരാ. അപ്പോൾ എന്ത് വേണം? ആ ഉള്ള ഡിസ്ലൊക്കേഷനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഉള്ള ഡിസ്ലൊക്കേഷൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ദ ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ക്യാൻ ഓൾസോ അറൈസ് ഫ്രം ദ കണ്ടൻസേഷൻ ഓഫ് വേക്കൻസീസ് ബൈ ക്രോസ് ലിപ്പ് മെക്കാനിസം ഓർ ക്രിയേഷൻ ഓഫ് ന്യൂ ഡിസ്ലൊക്കേഷൻ ഫ്രം ദി ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി.
അപ്പോൾ ക്രോസ് സ്ലിപ്പ് മെക്കാനിസം എന്താണെന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കത്തുള്ളൂ. ഇപ്പോൾ ക്രോസ് സ്ലിപ്പ് മെക്കാനിസം ഒക്കെ നിങ്ങൾ അങ്ങോട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ക്രോസ് സ്ലിപ്പ് മെക്കാനിസത്തിനകത്തൂടെ ഈ ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. അതാണ് പറഞ്ഞു വരുന്നത്. അനദർ സോഴ്സ് ഓഫ് ഡിസ്ലൊക്കേഷൻ ഇസ് ഫൗണ്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഡിഫോർമേഷൻ ഇറ്റ്സെൽഫ്. ഒന്ന് നമ്മുടെ നാച്ചുറൽ ക്രിസ്റ്റലൈസേഷൻ പറഞ്ഞു, അതായത് മോൾട്ടൻ മെറ്റീരിയൽ സോൾട്ടിഫിക്കേഷൻ, അതൊരു സോഴ്സ് ഓഫ് ഡിസ്ലൊക്കേഷൻ ആണ്. ആ സമയത്ത് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ സോഴ്സാണ് ഡിഫോർമേഷൻ ഇറ്റ്സെൽഫ്. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് റിവീൽസ് ദാറ്റ് ഡ്യൂറിംഗ് ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻ എ ക്രിസ്റ്റൽ ഇൻക്രീസ്ഡ് ബൈ 2 to 6 orders of magnitude depending upon the amount of deformation undergone by the crystal. അതായത് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ഒരു മെറ്റീരിയലിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷന് വിധേയമാകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേന് ആ ക്രിസ്റ്റൽ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ആകുമ്പോൾ 2 മുതൽ 6 മടങ്ങ് വരെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഇത് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻ എ ക്രിസ്റ്റൽ ഇൻക്രീസ്ഡ് ബൈ 2 to 6 orders of magnitude depending upon the amount of deformation undergone by the crystal. ഓക്കെ, ആ ക്രിസ്റ്റലിലുള്ള എത്രമാത്രം ഡിഫോർമേഷൻ അണ്ടർഗോൺ ചെയ്യണം, ആ ഡിഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രമാത്രം ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നത്. അപ്പോൾ സാധാരണ പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് പറഞ്ഞത് 2 to 6 ടൈംസ് വരെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ള പറഞ്ഞു. ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദെയർ മസ്റ്റ് ബി എ മെക്കാനിസം ഓഫ് ജനറേറ്റിംഗ് ഡിസ്ലൊക്കേഷൻ ഇൻ കോൾഡ് വർക്ക് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി 2 മുതൽ 6 മടങ്ങ് വരെ കൂടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദെയർ ഈസ് സം സോഴ്സ് ഓഫ് ഡിസ്ലൊക്കേഷൻ ജനറേറ്റിംഗ് അല്ലേ, ഡിസ്ലൊക്കേഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തോ ഒരു സോഴ്സ് ഉണ്ട് അല്ലേ. ആ ഒരു സോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രാങ്ക് റെഡ് സോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രാങ്ക് റെഡ് സോഴ്സ്? അപ്പോൾ എങ്ങനെയാണ് ഫ്രാങ്ക് റെഡ് സോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കി. ഫ്രാങ്ക് റെഡ് സോഴ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ള സ്കീമാറ്റിക് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കി എങ്ങനെയാണ്. കൺസിഡർ എ സെഗ്മെൻറ്റ് ഓഫ് ഈ ഡിസ്ലൊക്കേഷൻ എ ബി ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതിനകത്തൊരു ചെറിയൊരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. എ ബി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഒരു വലിയൊരു ഡിസ്ലൊക്കേഷൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എ ആൻഡ് ബി ആർ ദ പോയിൻറ്റ്സ് ബിയോണ്ട് വെച്ച് ദ ഡിസ്ലൊക്കേഷൻ ഡിസ് നോട്ട് പൈൽ അപ്പ് ഓൺ ദിസ് പ്ലേ. എയും ബി എന്ന് പറയുന്ന പോയിൻറ്റ് ഫിക്സ്ഡാണ്. അതിനപ്പുറത്തോട്ട് എയ്ക്കും ബിക്കും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, the dislocation cannot go beyond the points A and B due to various reasons. If a shear stress tau is applied on this plane, the dislocation bulges out and produces slip as shown in figure. അതായത് ഈ ഒരു നമ്മളൊരു എയ്ക്കും ബിക്കും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ടോ എന്ന് പറയുന്ന ഒരു ഷിയർ സ്ട്രെസ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ എയ്ക്കും ബിക്കും ഫിക്സ് ചെയ്ത് ഇത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെടുക്കും? ഈ ഡിസ്ലൊക്കേഷൻ ബൾജ് ചെയ്തിട്ട് അവിടെ സ്ലിപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ബൾജിങ് കൂടി വരുന്നു. ആ ബൾജിങ് കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, എന്ത് സംഭവിക്കും? ഫോർ എ ഗിവൺ സ്ട്രെസ് ദ ഡിസ്ലൊക്കേഷൻ ലൈൻ വിൽ അസ്യൂം എ സർട്ടൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ദ ലൂപ്പ് കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് അണ്ടർ ദ ഇൻക്രീസിങ് സ്ട്രെസ്. അതായത് ലൂപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ ലൂപ്പിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണ്ടാവും. കൂടി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടി എന്ത് സംഭവിക്കും നോക്കാം. When the loop reaches a stage in the figure D, the segments M and N meet and annihilate each other to form a large loop, and a new dislocation segment PQ is in a position to repeat the same process. അതായത് നമ്മൾ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോഴത്തേന് ഈ എം എന്ന് പറയുന്ന പോയിൻറ്റും എം എന്ന് പറയുന്ന പോയിൻറ്റും എൻ എന്ന് പറയുന്ന പോയിൻറ്റും കൂടെ അങ്ങ് ജോയിൻ ആകുന്നു. എം എന്നും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ലൂപ്പ് അവിടെ ഫോം ചെയ്യുന്നു. അതിനകത്ത് വീണ്ടും ഒരു പുതിയൊരു ഡിസ്ലൊക്കേഷൻ ജനറേറ്റ് ചെയ്യുന്നു പി ക്യു. ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ പി ക്യു വീണ്ടും വലുതാവുന്നു, എം ജോയിൻ ചെയ്യുന്നു, പുതിയ ഡിസ്ലൊക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ സോഴ്സിന് പറയുന്ന പേരാണ് ഫ്രാങ്ക് റെഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ. ഫ്രാങ്ക് റെഡ് സോഴ്സ് ക്യാൻ ഓപ്പറേറ്റ് കണ്ടിന്യൂസ്ലി ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലൂപ്സ് പ്രൊവൈഡഡ് ദ ലൂപ്സ് മൂവ്സ് ഔട്ട് ആൻഡ് ഡിസപ്പിയർസ് അറ്റ് ദി സർഫസ് ഓഫ് ദി ക്രിസ്റ്റൽ. So however, the loops are piled against obstacles such as grain boundary
ബാക്ക് സ്ട്രെസ്സസ് മേ ബിഗൻ ടു ബിൽഡ് അപ്പ് ആൻഡ് സോ അറ്റ് ദ സോഴ്സ് ആൻഡ് സോഴ്സ് മേ ഗ്രാജുവലി ഡൈസ് ഔട്ട്. അപ്പം ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വളർന്ന് വലുതായി എവിടെ ചെന്ന് പൈലപ്പ് ചെയ്യുന്നു? ഇതിന് ഗ്രെയിൻ ബൗണ്ടറി ഒബ്സ്റ്റക്കിൾസ് ഗ്രെയിൻ ബൗണ്ടറി പോയി പൈലപ്പ് ചെയ്തു. ഒരു ബാക്ക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തോളം ഈ ഡിസ്ലൊക്കേഷൻ ഈ ഒരു ഫ്രാങ്ക് റെഡ് സോഴ്സ് ഡിസപ്പയർ ആകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള റോൾ ഓഫ് സർഫസ് ഡിഫക്റ്റ് ഓൺ ക്രാക്ക് ഇനിഷ്യേഷൻ ആണ്. ആറ്റംസ് ലൊക്കേറ്റഡ് നിയർ ദ ഗ്രെയിൻ ബൗണ്ടറി ഹാവ് ദ ഡിസ്റ്റോർട്ടഡ് ആൻഡ് നോൺ ഇക്വിലിബ്രിയം സറൗണ്ടിങ് അറ്റ് ദി ഹയർ ആൻഡ് ആർ ഹയർ എനർജി ലെവൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഒരു ഗ്രെയിൻ ബൗണ്ടറിയിൽ ഇരിക്കുന്ന ആറ്റംസ് എന്താണ്, അതിന് കൂടുതൽ എനർജി ഉണ്ട്, അവർ ഡിസ്റ്റോർട്ടഡ് ആണ് അല്ലേ, അവിടെ സം കൈൻഡ് ഓഫ് ഇൻപെർഫെക്ഷൻസ് ഉണ്ട്. അതിന് സമയം ഓൾറെഡി അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ആറ്റംസ് അറ്റ് ദ എക്സ്റ്റീരിയർ ഓഫ് ദ സർഫസ് ഈസ് ആൾസോ ഹാവ് ദ സെയിം സിറ്റുവേഷൻ. സോ നമ്മുടെ ഈ സർഫസിലുള്ള ആറ്റംസിലും സെയിം സിറ്റുവേഷൻ ആണ്. ദ സർഫസ് എക്സ്റ്റീരിയർ സർഫസ് യൂഷ്വലി റഫ് ആൻഡ് ഹാവിങ് ടൈനി നോച്ചസ്. അപ്പോൾ എക്സ്റ്റീരിയർ സർഫസ് സാധാരണ റഫാണ്, ടൈനി നോച്ചസ് ഉണ്ട്. അപ്പോൾ ഈ നോച്ചസ് എന്ത് സംഭവിക്കും? ദി നോച്ചസ് ഇനിഷ്യേറ്റ് ക്രാക്സ് ആൻഡ് പ്രൊപ്പഗേറ്റ് അലോങ് ദി ഗ്രെയിൻ ബൗണ്ടറീസ് ടു ദ ബൾക്ക് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ലീഡ് ടു ദ ഇൻ്റർ ഗ്രാനുലാർ ഫ്രാക്ചർ. അതായത് ഈ ഒരു ഇൻ്റർ ഗ്രാനുലാർ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ക്രിസ്റ്റൽ, അതിനകത്ത് ഗ്രെയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇവിടെയുള്ള ആറ്റംസിന് എന്തോ ഇൻപെർഫെക്ഷൻസ് സം കൈൻഡ് ഓഫ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്രെയിൻ ബൗണ്ടറി കൂടെ ഈ ഒരു ക്രിസ്റ്റൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ഏറ്റവും കൂടുതൽ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സാധ്യത എവിടെയാണ്? ഈ ഗ്രെയിൻ ബൗണ്ടറി കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ എന്താണ് ഈ സർഫസിൽ ചെറിയ ചെറിയ നോച്ചസ് ഗ്രൂവ്സ് ഒക്കെ ഉണ്ടാകും. ഈ ഗ്രൂവ്സിലൂടെ എന്താ പറയുന്നത്, ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഗ്രെയിൻ ബൗണ്ടറി കൂടെ പോയി മെറ്റീരിയൽസിൻ്റെ ബൾക്കിലെത്തി അത് ഫ്രാക്ചർ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രാങ്ക് റെഡ് സോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.